അയർലൻഡിൽ ഇഡ്ഡലി കഴിക്കാൻ കൊതിയായാൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, ഇതുപോലത്തെ ഫ്രോസൺ ഇഡ്ഡലി കിട്ടും. അപ്പോൾ അതെ ഇതുപോലെ ഇരിക്കും. ഇത് കണ്ടോ, ഇതുകൊണ്ടൊരു ഏറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യം കട്ടപ്പൊക്കെ ആയിരിക്കും. സോ ഒരു ഇഡ്ഡലിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാമ്പാറും ചട്നിയും ഇതുപോലെ ഫ്രോസണായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഏത് കാലത്ത് വെച്ചതാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ നമുക്ക് കഴിക്കാൻ കൊതി തോന്നുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുണ്ടാക്കാൻ ആവശ്യത്തിന് പാത്രങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മേടിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രോസൺ കണ്ടോ, പരിപ്പുവട, ഇഡ്ഡലി, ചട്നി ആൻഡ് സാമ്പാർ. പിന്നെ ഇതിൻ്റെ എക്സ്പയറി ചോദിക്കുന്നവരോട് ഇതിൽ ബെസ്റ്റ് ബിഫോർ 11/2026 എന്ന് എഴുതിയിട്ടുണ്ട്. സോ അടുത്ത വർഷം 2026 വരെ ഉപയോഗിക്കാമെന്നാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ചു. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെടുത്തിട്ട് ഇതിപ്പം അതേപോലെ തന്നെ കല്ലായിട്ടിരിക്കുന്നു. സോ നമുക്കിതെടുത്ത് അടച്ചു മൈക്രോവേവിലൊരു 2 മിനിറ്റ് ഞാൻ വെച്ചു. 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് നല്ല ഇഡ്ഡലിയായിട്ട് കിട്ടും. കവർ ഇരിക്കുന്നതൊന്ന് ലൂസാവാൻ വേണ്ടി ഞാനൊരു ഇത്തിരി ചൂട് വെള്ളത്തിൽ കുറച്ചൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചു. 2 മിനിറ്റ് അത് ചൂടാവുന്ന സമയത്തൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഈ കവറിൽ നിന്ന് ഇതൊന്ന് വിട്ട് കിട്ടും. അപ്പം പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് ചൂടാക്കാൻ വേണ്ടി. അപ്പം രണ്ടാമത്തെ റൗണ്ട് ചൂടാക്കി കഴിഞ്ഞപ്പോൾ നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. കണ്ടോ കണ്ടോ, അതും നേരത്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ ആ ഒരു ഇതായിരുന്നു, ഇപ്പോൾ കറക്റ്റായി. പരിപ്പുവടയൊക്കെ കണ്ടോ കണ്ടോ, കറക്റ്റ് പരിപ്പുവട. അതേ ടേസ്റ്റിനും തന്നെ ഉണ്ട് കേട്ടോ. സോ ഇത് കുറച്ച് നേരം കൂടെ ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്.